ആദ്യം നമ്മുടെ നാട്ടില് തീവണ്ടി അപകടങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതില് നമ്മളൊക്കെ വല്ലാതെ ഭയചകിതരായിരുന്നു. എന്തുകൊണ്ടാണ് നിരന്തരം പലയിടങ്ങളിലും ട്രെയിൻ കൂട്ടിമുട്ടുന്നു, തീവണ്ടിയിൽ കല്ലെറിയുന്നു, റെയിൽവേ ട്രാക്കിൽ കല്ലും കമ്പിയും ഒക്കെ പറക്കി വെക്കുന്നു, പാളം ഇളകുന്നു, ആളുകള് ട്രെയിനിന് മുമ്പിൽ ചാടി ചാവുന്നു, ഗ്ലാസുകള് എറിഞ്ഞു പൊട്ടിച്ച് തീവണ്ടിക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എവിടെയാണ് അതിന്റെ ഉത്ഭവം എന്ന് അധികൃതർക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന ഒരു സ്ഥിതിവിശേഷം എത്തി. അങ്ങനെ ചെറിയ കുട്ടികളെ കൊണ്ട് റെയിൽവേ ട്രാക്കുകൾ തകർക്കുന്ന രൂപം, ആ 8 പോലെ വളയമായിരിക്കുന്ന ആ കമ്പികൾ ഇളക്കുന്ന തന്ത്രം കുട്ടികളെ പഠിപ്പിക്കുകയും റെയിൽവേ ട്രാക്കിൽ കല്ലും കമ്പും വലിയ മരത്തടികളും ഒക്കെ കൊണ്ടുവന്നിടുകയും ഒക്കെ ചെയ്ത തീവണ്ടി അപകടത്തിൽപ്പെടുത്തി ആർക്കൊക്കെയോ എന്തൊക്കെയോ മെച്ചമുണ്ടാക്കാനുണ്ടായിരുന്നു. ഇന്ത്യയിലെ തീവണ്ടി യാത്ര മുഴുവനും അപകടത്തിലാണ് എന്ന് ആർക്കോ ആരോടോ സന്ദേശം കൊടുക്കണമായിരുന്നു. അതിന്റെ അടിത്തറ ചെന്ന് നിന്നത് മദ്രസ കുട്ടികളിലായിരുന്നു. അവരെ നല്ല രൂപത്തിൽ പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെയാണ് റെയിൽവേക്ക് നഷ്ടമുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് പല സന്ദർഭങ്ങളിലും. ഇതൊക്കെ നമ്മുടെ നാട്ടില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ജനമഹാ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു വലിയ പ്രതിഷേധം, ഒരു ഹർത്താല്, അവരും ലക്ഷ്യം വെച്ചത് എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയോളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ചരക്ക് കപ്പൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നു, തീ കത്തുന്നു, മുങ്ങുന്നു, ചരിയുന്നു. അങ്ങനെ കപ്പലിനെയും അവർ ലക്ഷ്യം വെച്ചു എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇപ്പോഴിതാ ഫ്ലൈറ്റ് അപകടം. എല്ലാം കൊണ്ടും വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാണ്. ഇതിനകത്തുള്ള ശത്രുക്കളെ കൊണ്ട് തന്നെ ഈ രാജ്യം കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഫ്ലൈറ്റിനകത്തെ AC-യും TV-യും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒന്നും വർക്ക് ചെയ്യാത്തത് തന്നെ തുടക്കത്തിൽ പലർക്കും സംശയമുണ്ടാക്കിയെങ്കിലും എന്തുകൊണ്ടാണ് ആരും അലേർട്ട് ആകാതിരുന്നത്, ആർക്കും മെസ്സേജ് നൽകാതിരുന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അഹമ്മദാബാദില് റൺവേയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ വീണ്ടും ദുരൂഹതകളും സംശയങ്ങളും അവ്യക്തതകളും വിമർശനങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക അന്വേഷണം വ്യോമയാന മന്ത്രാലയം ഒരു ഭാഗത്ത് നടത്തുമ്പോഴും സ്വതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തലുകൾ അപകടത്തെക്കുറിച്ച് പല ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. 600 അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു പതിയിരിക്കുന്ന ചക്രങ്ങൾ, നേരെയായ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ, ഇതൊക്കെ ഒന്നിച്ച് സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് എന്ന് വ്യോമയാന വിദഗ്ധനായിട്ടുള്ള ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹം വ്യാഴാഴ്ച തന്നെ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിഗമനം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അടിയന്തര സാഹചര്യത്തിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങളെ ചലിപ്പിക്കുന്ന റാമെയർ ടർബൈൻ പ്രവർത്തിച്ചത് വിമാനത്തിന്റെ വലിയ അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ജേക്കബ് ഫിലിപ്പ് വെള്ളിയാഴ്ച കുറിപ്പിലൂടെ പറയുകയും ചെയ്തു. ഈ വിമാനത്തിലെ എഞ്ചിനുകളുടെയും പ്രവർത്തനം ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് വൈദ്യുതി സംവിധാനമായതുകൊണ്ട് അതിനുണ്ടാകുന്ന തകരാറുകൾ തിരികെ എഞ്ചിനുകളെ നിശ്ചലമാക്കാം. ചുരുക്കത്തില് വിമാനത്തിലെ വൈദ്യുതി സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായതാണ് ഇന്നലെ ഉണ്ടായ വിമാന അപകടത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നലത്തെ എയർ ഇന്ത്യ വിമാന അപകടത്തെ കുറിച്ചിട്ടുള്ള വാർത്തകളിലും വിശകലനങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. 600 അടി പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നു തന്നെ ഇരുന്നതും ഫ്ലാപ്പുകൾ നേരെയാക്കിയിരുന്നതും വ്യക്തമാക്കിയ ഒരു വീഡിയോ. ആ വീഡിയോയിൽ വളരെ കുറച്ചു മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഒരു ശബ്ദമായിരുന്നു. ഏറ്റവും അടിയന്തിരമായ സാഹചര്യങ്ങളിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന റാമെയർ ടർബൈൻ അഥവാ RAT എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന ഒരു മുരൾച്ച പോലെയുള്ള ശബ്ദം. വീഡിയോ കണ്ടാൽ മാത്രം മതി നമുക്കത് ശ്രദ്ധയിൽപ്പെടും.
പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പലരുടെയും. പല വിദഗ്ധരും വിട്ടുകളഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു അത്. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക, ആ സാഹചര്യത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്ന ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ചെറു ജനറേറ്ററും പ്രവർത്തിക്കാതായി. ഇത് രണ്ടുമില്ലെങ്കിൽ വിമാനത്തിന് ഊർജം നൽകേണ്ടിയിരുന്ന ബാറ്ററി യൂണിറ്റും നിശ്ചലമാകുക. ഈ സാഹചര്യത്തിൽ മാത്രമാണ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങുക. മറ്റു വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രീം ലൈനർ വിമാനങ്ങളിലെ റാറ്റ് പൈലറ്റുമാർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോ ഈ പറഞ്ഞ ഏറ്റവും അടിയന്തിരമായ സാഹചര്യങ്ങളിൽ തനിയെ ഓണാകുകയാണ് ചെയ്യാറ്. ഇന്നലെ റാറ്റ് ഓണായി എന്നതിന്റെ ആദ്യത്തെ അർത്ഥം ഇതാണ് എന്ന് ഫിലിപ്പ് പറയുന്നു. വൈദ്യുതി സംവിധാനങ്ങൾ കൊണ്ട് മാത്രം എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ബോയിങ് 787 എന്ന ഡ്രീം ലൈനർ എന്ന ഈ വിമാനത്തിലെ ആ സംവിധാനങ്ങളെല്ലാം ആ 625 അടിപ്പൊക്കത്തിൽ 625 അടിപ്പൊക്കത്തിൽ പ്രവർത്തിക്കാതെയിരുന്നു. ഈ സാഹചര്യങ്ങളിൽ ഇതൊക്കെ സംഭവിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 എഞ്ചിനുകളും പ്രവർത്തിക്കാൻ പറ്റിയില്ല. ഒപ്പം എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ജനറേറ്ററുകളും പ്രവർത്തിച്ചില്ല. ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അവരാണ്. ഈ പറഞ്ഞ 2 ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്ററുകൾ പ്രവർത്തിച്ചില്ല. അതോടൊപ്പം തന്നെ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന APU പ്രവർത്തിക്കാതെയായി. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള ഊർജം ഫ്ലൈറ്റിന് പറക്കാൻ പോരാതെ വന്നു. ഇപ്പോൾ നോ ട്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് പൈലറ്റ് സന്ദേശം അയച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നാണ് വ്യക്തമാക്കേണ്ടിയിരുന്നത്. പൈലറ്റിന്റെ സന്ദേശമാണല്ലോ നോ ട്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇത് അദ്ദേഹം വ്യക്തമാക്കണമായിരുന്നു. എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പൈലറ്റ് പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിക്കണം. ത്രസ്റ്റ് കിട്ടുന്നില്ല, ആവശ്യത്തിന് ലിഫ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഉണ്ടെങ്കിലും ഇതൊന്നുമല്ല എന്ന അർത്ഥമാണ് കൂടുതലുള്ളത്. ട്രസ്റ്റ് നല്ല ത്രസ്റ്റാണ്. അപ്പം എഞ്ചിനുകൾ ആവശ്യത്തിന് ശക്തി നൽകാത്ത ഐഡിൽ നിലയിലായിരുന്നെങ്കിലും, ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിക്കുകയായിരുന്നെങ്കിലും നോ ത്രസ്റ്റ് എന്ന് പൈലറ്റിന് പറയാം. നോ ലിഫ്റ്റ് എന്ന് പറഞ്ഞത് വിരൽ ചൂണ്ടുന്നത് നേരെയാക്കിയ ഫ്ലാപ്പുകളിലേക്ക് കൂടിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല, വിമാനത്തിലെ ചരക്കിന്റെയും യാത്രക്കാരുടെയും വിന്യാസം ശരിയാകാത്തതുകൊണ്ട് വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഈ വിമാനത്തിലെ എഞ്ചിനുകളുടെയും പ്രവർത്തനം ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് വൈദ്യുതി സംവിധാനമായതുകൊണ്ട് അതിനുണ്ടാകാവുന്ന തകരാറുകൾ തിരികെ എഞ്ചിനുകളെ നിശ്ചലമാക്കാം. അതായത് വിമാനത്തിലെ വൈദ്യുതി സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായതാണ് ഇന്നലെ വിമാനാപകടമുണ്ടാക്കാൻ കാരണം എന്ന് ചുരുക്കം. വിമാനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ കുഴപ്പങ്ങൾ വരെ അന്വേഷണ പരിധിയിൽ വരും. റാറ്റ് മാത്രം പ്രവർത്തിപ്പിച്ച് ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാനും ഇന്നലെ സാധിക്കുമായിരുന്നില്ല. വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നത് വരെയുള്ള ഇടക്കാല വൈദ്യുതി ഉൽപാദന സംവിധാനത്തിന് വിമാനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ലാൻഡ് ചെയ്യിക്കാനോ കഴിയുമായിരുന്നില്ല. റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങാനിടയായിട്ടുള്ള ഒരു മൂല കാരണം കണ്ടെത്താനും പരിഹാരമുണ്ടാക്കാനും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൈലറ്റുമാർക്ക് കഴിയാതിരുന്നത് അനിവാര്യമായ അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. റൺവേയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിലുള്ള ഔദ്യോഗികമായ അന്വേഷണം തുടരുമ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് കൃത്യമായ രൂപത്തിൽ ജേക്കബ് ഫിലിപ്പ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. പതിറ്റാണ്ടിനിടയിലാണ് രാജ്യം ഇത്രയും വലിയ ഒരു വിമാന അപകടം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വിമാന ദുരന്തത്തിൽ 294 പേരാണ് മരിച്ചത്. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിലാണ് 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുന്നത്.
മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ നടുക്കിയ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിവേഗം പ്രചരിക്കുന്നത്. 3 ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാന അപകടമുണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്ന് 4 ദിവസം മുമ്പ് ആലി കൊണ്ടൂട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായിട്ടാണ് പ്രചരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടുകൂടി പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ട് എന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു. ആലിയാണ് വിമാന ദുരന്തത്തിന്റെ കാരണക്കാരൻ, അവനെ NIA അറസ്റ്റ് ചെയ്താൽ കാര്യം പിടികിട്ടും തുടങ്ങിയ രൂപത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. പ്രചരിക്കുന്ന ഈ വിവരങ്ങളുടെ സത്യാവസ്ഥ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. 4 ദിവസം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു സാധാരണ പോസ്റ്റ് അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരുത്തി വ്യാജ പ്രവചനമാക്കി മാറ്റിയതാണ് കക്ഷി. ജൂൺ 9-ാം തീയതി ഉച്ചയ്ക്ക് 1:38 ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്ക് ആയില്ലേലും 1000 കോടി തൂക്കും. ആലിയാടാ പറയുന്നത്, വെക്കടാ ഇതിന് മേലെ ഒരെണ്ണം. എന്നാൽ വിമാനാപകടം നടന്ന വ്യാഴാഴ്ച, അതായത് ജൂൺ 12-ാം തീയതി വൈകുന്നേരം 6:40 ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ തിരുത്തിൽ ഇങ്ങനെയാണ്: 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞ് വൈകുന്നേരം 7:39 പോസ്റ്റ് വീണ്ടും തിരുത്തി. ഇത്തവണ ഒരു വിമാനാപകടത്തിന്റെ ചിത്രം കൂടി ചേർത്ത് പ്രഡിക്ഷൻ: 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി ഏകദേശം 1 മിനിറ്റിനുള്ളിൽ രാത്രി 7:40 ഇത് വീണ്ടും തിരുത്തുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, വിമാനത്തിലെ 99.5% ആളുകളും മരിക്കും എന്നായിരുന്നു അടുത്ത തിരുത്ത്. അവസാനമായിട്ട് രാത്രി 8:07 പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റുകയായിരുന്നു ഈ പോസ്റ്റ്. അങ്ങനെ പുലർച്ചെ 3:37 വീണ്ടും കൂട്ടിച്ചേർത്ത് തിരുത്തുന്നു. അതായത് എഡിറ്റഡ് പോസ്റ്റ് എന്നത് അക്ഷരങ്ങൾ മാറ്റി എഴുതിയതാണ്. എന്നിട്ട് ടോസ്റ്റ് പി എന്ന് പറഞ്ഞിട്ട് എഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടു ഇങ്ങോട്ട് തല കുത്തരുത്. വിമാന അപകടം പോലെ തന്നെ നടുക്കുന്ന ദുരന്ത വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ തമാശകൾ ഒഴിവാക്കണം എന്ന് പ്രമുഖരായിട്ടുള്ള പല മാനവികതയുള്ള ആളുകളും സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നു. ഈ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇനിയും അറിയേണ്ടതാണ്. വിമാനാപകടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിട്ടുള്ള വ്യക്തികളെ വിളിക്കുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുന്നു. നമ്മൾ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച സഹപ്രവർത്തകരാണ് അപകടത്തിൽ മരിച്ചതെന്നും നിങ്ങളിങ്ങനെ ഇമോജി ഇട്ട് ആഘോഷിക്കരുതേ എന്നും അവർ പറയുമ്പോൾ വേദനകളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഇത്തരം ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് ചിലർക്ക് സന്തോഷമുണ്ടാകും. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ടാകുമല്ലോ.